കുട്ടികളുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ പഠനത്തെ നാം അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അതിൽ പരിപക്വനം, ലിംഗഭേദം, പ്രായം, മുന്നനുഭവങ്ങൾ, പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം, അതുപോലെ തന്നെ പാഠ്യവസ്തുക്കളുടെ സംഘാടനം, പാഠ്യവസ്തുവിൻ്റെ കാഠിന്യ നിലവാരം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇതിനെപ്പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. ഇന്ന് വീണ്ടും നമ്മൾ PSC PUP 2027 അതുപോലെ കേറ്ററ്റ് എക്സാമുകൾക്കായിട്ടുള്ള സൈക്കോളജി പോർഷനിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പഠനത്തെ സ്വാധീനിക്കുന്ന ചരങ്ങൾ അഥവാ വാരിയബിൾസ് അഫക്റ്റിംഗ് ലേണിംഗ്. ഏതെല്ലാമാണ് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനായിട്ട് LP-UP ക്വസ്റ്റ്യൻ പേപ്പറിലും തുടർച്ചയായിട്ട് കേറ്ററ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്തെല്ലാമാണ് പഠനത്തെ സ്വാധീനിക്കുന്ന ചരങ്ങൾ. 3 കാര്യങ്ങളാണ് പഠനത്തെ സ്വാധീനിക്കുന്നത്. ഒന്നാമത്തേത് ഇൻഡിവിജ്വൽ വാരിയബിൾസ്, രണ്ടാമത്തേത് ടാസ്ക് വാരിയബിൾസ്, മൂന്നാമത്തേത് മെത്തേഡ് വാരിയബിൾസ്. ഇൻഡിവിജ്വൽ വാരിയബിൾസ് മീൻസ് വൈയക്തിക ചരങ്ങൾ. വാരിയബിൾസിൻ്റെ മലയാളം ടേമാണ് ചരങ്ങൾ എന്നത്. പരിപക്വനം, ലിംഗഭേദം, പ്രായം, മുന്നനുഭവങ്ങൾ, കുട്ടികൾക്കുള്ള ശേഷികൾ, കായിക വൈകല്യങ്ങൾ, അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ, സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയാണ് ഇൻഡിവിജ്വൽ വാരിയബിൾസ് അഥവാ വൈയക്തിക ചരങ്ങൾ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ പഠനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. അതിൽ വ്യക്തിപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സ്. പരിപക്വനം, ലിംഗഭേദം, പ്രായം, മുന്നനുഭവം, ശേഷി, കായിക വൈകല്യങ്ങൾ, അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ, സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ. നെക്സ്റ്റ് വൺ വരുന്നത് ടാസ്ക് വാരിയബിൾസ് ആണ്. അതായത് മലയാളത്തിൽ നമ്മൾ പാഠ്യചരങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു പഠന വസ്തുവിൻ്റെ കാഠിന്യം, നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ നൽകുന്ന ടോപ്പിക്കിൻ്റെ കാഠിന്യം, അതിൻ്റെ ദൈർഘ്യം, അതിൻ്റെ അർത്ഥപൂർണത, സംഘാടനം, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് പാഠ്യചരങ്ങൾ, ടാസ്ക് വാരിയബിൾസ്. നമ്മൾ പാഠഭാഗം ക്ലാസ് റൂമുകളിൽ എടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു താല്പര്യം അവസാനമാകുമ്പോഴേക്കും കുറയും. അതുപോലെ തന്നെ അതെങ്ങനെ ടീച്ചർ സംഘാടനം ചെയ്യുന്നു, എടുക്കാനായിട്ട് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ ആ ഒരു പഠന വസ്തു ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയുടെ ഒരു ലെവലിനേക്കാൾ കൂടുതലാണെങ്കിൽ അതും ഒരു ടാസ്ക് വേരിയബിളാണ്. ഇത് 3 ആണ് പാഠ്യചരങ്ങൾ അഥവാ ടാസ്ക് വേരിയബിൾസ് എന്ന ലേബലിൽ ഉൾപ്പെടുന്നത്. തേർഡ് വൺ പഠനതന്ത്രവുമായി ബന്ധപ്പെട്ട ചരങ്ങൾ അഥവാ മെത്തേഡ് വാരിയബിൾസ്. അതായത് വ്യത്യസ്തമായ പഠനതന്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പഠനത്തിനിടയിലെ ഉരുവിടൽ, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ തന്ത്രപൂർണമായിട്ടുള്ള പ്രയോഗം, പഠനത്തിൻ്റെ അളവ്, പരിശീലനത്തിൻ്റെ വിതരണം, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗം. അതായത് നമ്മൾ പഠിക്കുന്ന കുട്ടികൾ വെറുതെ പഠിച്ചു പോകലല്ലാതെ വ്യക്തമായ രീതിയിൽ, അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. അതല്ല എങ്കിൽ ആ കുട്ടികൾ വായനയിലൂടെ മാത്രമല്ലാതെ കേട്ടു പഠിക്കുന്നു, കണ്ടു പഠിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ തരങ്ങളിൽ വ്യത്യസ്ത പഠനതന്ത്രങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ കുട്ടികളുടെ പഠനം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാമാണ് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഘടകങ്ങളല്ല, ചരങ്ങൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാരിയബിൾസ് എഫക്റ്റിംഗ് ലേണിംഗ്, പഠനത്തെ സ്വാധീനിക്കുന്ന ചരങ്ങൾ ആയിട്ടാണ് ഇവ 3 വരുന്നത്. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ്. വൈയക്തിക ചരങ്ങൾ, പാഠ്യചരങ്ങൾ, പഠനതന്ത്രവുമായി ബന്ധപ്പെട്ട ചരങ്ങൾ അഥവാ മെത്തേഡ് വാരിയബിൾസ്. ഇങ്ങനെ 3 തരം ചരങ്ങളാണുള്ളത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.
പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പരിപക്വനം അഥവാ മെച്യൂരിറ്റി. നെക്സ്റ്റ് വൺ, ലിംഗഭേദം, പ്രായം, മുന്നനുഭവം, അവധാനം, മനോഭാവം, അഭിക്ഷമത, പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം, പാഠ്യവസ്തുവിൻ്റെ കാഠിന്യ നിലവാരം, പാഠ്യവസ്തുക്കളുടെ സംഘാടനം. ഇത്തരം കാര്യങ്ങളാണ് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നൊരു ലേബലിൽ വരുന്നത്. ഇത് രണ്ടും കണക്റ്റഡ് ആണ് എങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഈ ഒരു കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തേത് പരിപക്വനം അഥവാ മെച്യൂരിറ്റി. മെച്യൂരിറ്റി സംഭവിക്കുന്നതോടുകൂടിയാണ് പഠന നേട്ടമൊക്കെ കൂടി വരുന്നത്. ലിംഗഭേദം പഠിതാക്കളിലെ വ്യത്യസ്ത വികാസ നിലവാരത്തിന് കാരണമാകും. ഇത് പഠന നേട്ടത്തെ സ്വാധീനിക്കും. നെക്സ്റ്റ് വൺ, പ്രായപൂർത്തിയായപ്പോൾ അല്ലെങ്കിൽ പ്രായപൂർത്തി ഘട്ടത്തിൻ്റെ അവസാനത്തോടെ പഠന വേഗത കുറഞ്ഞു വരുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഫോർത്ത് വൺ, മുന്നനുഭവങ്ങൾ. ഏർപ്പെടുന്ന മേഖലയിൽ മുന്നനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഏത് മേഖലയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അതിൽ മുന്നനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ അറിവുകൾ എളുപ്പത്തിൽ സ്വാംശീകരിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, അവധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠന പ്രവർത്തനത്തിലെ നിതാന്ത അവധാനം പഠന നേട്ടം കൂട്ടുകയാണ് ചെയ്യുന്നത്. നിതാന്ത അവധാനം എന്നതുകൊണ്ട് ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ്, അതായത് ഓരോ പഠന പ്രവർത്തനങ്ങളോടും കുട്ടികൾക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതാണ് പഠന നേട്ടം കൂട്ടാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മനോഭാവം. പഠന വിഷയങ്ങളോടുള്ള ഓരോ കുട്ടികളുടെയും അനുകൂല മനോഭാവമാണെങ്കിൽ അത് പഠന നേട്ടം കൂട്ടും, പ്രതികൂലമാണെങ്കിൽ പഠന നേട്ടം കുറയ്ക്കും. നെക്സ്റ്റ് വൺ, അഭിക്ഷമത. ഒരു നിശ്ചിത പഠന സന്ദർഭത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മെച്ചപ്പെട്ട ഒരു നേട്ടം കൈവരിക്കാനായിട്ട് അഭിക്ഷമത സഹായകരമാകും. ക്ഷമത എന്നതുകൊണ്ട് നമ്മുടെ എഫിഷ്യൻസി, കുട്ടികളുടെ ഒരു എഫിഷ്യൻസിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ മൂന്നെണ്ണം ഓൾറെഡി നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം എന്നത്, ദൈർഘ്യം കൂടി കഴിഞ്ഞാൽ പഠന നേട്ടം കുറയും. വളരെ കുറച്ച് ടൈം ഓഫ് സ്പാൻ മാത്രമേ കുട്ടികൾക്ക് ശ്രദ്ധിച്ച് ഒരു പാഠഭാഗം കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ദൈർഘ്യം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പഠന നേട്ടം കൂട്ടാൻ സാധിക്കും. അതല്ല, ദൈർഘ്യം കൂടുകയാണെങ്കിൽ പഠന നേട്ടം കുറയും. മറ്റൊന്ന്, പാഠ്യവസ്തുവിൻ്റെ കാഠിന്യ നിലവാരം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് അത് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി, ഒരു കഴിവ് കുറയും. പാഠ്യവസ്തുക്കളുടെ സംഘാടനം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാഠപുസ്തകത്തിലെ ഉള്ളടക്കം ശരിയായ രൂപത്തിൽ വ്യക്തമാക്കാനുള്ള പഠന ഉപകരണങ്ങളും അതിനനുസരിച്ച് ടീച്ചർ അതെങ്ങനെ ക്ലാസ്സിൽ എടുക്കുന്നു എന്നുള്ളതിനെ ആണ് നമ്മളിവിടെ പാഠ്യവസ്തുക്കളുടെ സംഘാടനം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പോരാ, അത് ആ ടീച്ചർ എങ്ങനെ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അതിനായിട്ട് എന്തെല്ലാം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു, പഠന സാമഗ്രികൾ ഉപയോഗിക്കുന്നു എന്നെല്ലാം തന്നെ ആ ഒരു വസ്തു കുട്ടിയുടെ ഉള്ളിൽ കയറുന്നതിനായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമുക്കൊന്നുകൂടി ഇന്നത്തെ ക്ലാസ്സിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. പഠനത്തെ സ്വാധീനിക്കുന്ന ചരങ്ങളെ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞത്. വൈയക്തിക ചരങ്ങൾ, പാഠ്യചരങ്ങൾ, പഠനതന്ത്രവുമായി ബന്ധപ്പെട്ട ചരങ്ങൾ. അടുത്തതായിട്ട് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: പരിപക്വനം, ലിംഗഭേദം, പ്രായം, മുന്നനുഭവങ്ങൾ, അതുപോലെ അവധാനം, മനോഭാവം, അഭിക്ഷമത, പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം, പാഠ്യവസ്തുവിൻ്റെ കാഠിന്യം, പാഠ്യവസ്തുവിൻ്റെ സംഘാടനം, ഇവയെല്ലാം തന്നെയാണ് വരുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് 4 ഉണ്ടാവും. അതിൽ 3 ഇതിൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസും ഒരെണ്ണം ഇതിൽ നിന്നും പുറത്തുള്ള ഒരു ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ നിന്നും നിങ്ങൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തേണ്ട വരും. അതല്ല എന്നുണ്ടെങ്കിൽ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് മറ്റു 3 പുറമേ നിന്നും ഒരെണ്ണം ഇതിൽ നിന്നും വരും. സാധാരണയായിട്ട് മറ്റു തരത്തിലാണ് കാണാറ്. 3 ഇതിൽ നിന്നും ഒരെണ്ണം പുറത്തു നിന്നും വരും. അങ്ങനെയാണ് സാധാരണ ഇതിൽ ചോദ്യം കേട്ടറ്റിനൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിൻ്റെ ഒരു മലയാളം വേർഡ്സാണ് നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക്
ഇത് ഈ ഒരു ക്ലാസ്സിലൂടെ അത്തരം ടേംസ് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കാനായിട്ട് ഹെൽപ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നല്ലൊരു എക്സാം നിങ്ങൾക്കായിട്ട് ഉണ്ടാകട്ടെ. നന്നായി എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത് വരുന്ന കേട്ടറ്റ് അതുപോലെ PSC LP UP എക്സാംസിനൊക്കെ യൂസ്ഫുള്ളായൊരു പോർഷനാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൂടി താഴെ രേഖപ്പെടുത്തുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നന്ദി.